Good afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Prayer പറയണം കേട്ടോ. പ്രയർ ഞാനാണ്. റോഷ്ന. ചന്ദമേറിയ പൂവിലും ശാപളപമാം ശാലഭത്തിലും സന്തതം കരയാതിരുന്നൊരു ചിത്രചാതുരി കാട്ടിയും അന്ധകാരു കടാക്ഷമാലകൾ അർക്കരേഷ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചന്തമേറിയ പൂവിലും ശാപളപമാം ശാലഭത്തിലും സന്തതം കരതരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും. താങ്ക് യു. മാം കോട്സ് പറയാം. സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലർ ഈസ് നോട്ട് ഫേറ്റൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. വിൻസ്റ്റൺ ചർച്ചിൽ. താങ്ക് യു മാം. സൈനിനാണ്. ഒരു കവിത പാടാം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുളുത്തുവാൻ മോഹം. മരമൊന്നുളുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമിഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാൻ ഇപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ടു കേട്ടെതിർ പാട്ടു പാടുവാൻ മോഹം. എതിർ പാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കിയുച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. അരുതേ എന്നോതുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ കവിത. താങ്ക് യു മാഡം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് അല്ലെ? എന്നിട്ട് ഷെയർ ചെയ്യാം. സോ നോർമലൈസേഷനിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചൈൽഡ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെവിടെ കംപ്ലീറ്റ് ചെയ്തു? ക്യാരക്ടറിസ്റ്റിക്സ്
കംപ്ലീറ്റ് ആയിട്ടില്ല മാം. ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് വരെ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഈ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് എടുത്തു, അടുത്ത പോയിന്റ് മുതൽ എടുക്കണം അല്ലെ. ഇനി ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ. കാരണം മോണ്ടിസോറി സ്കൂൾ അല്ലെങ്കിൽ നോർമലൈസ്ഡ് കുട്ടികളുടെ ക്ലാസ് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണുന്ന ഒരു ക്വാളിറ്റിയാണ് മ്യൂച്വൽ എയ്ഡ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. പരസ്പരമുള്ള സഹായം. നമ്മുടെ കുട്ടികളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറാണ് പരസ്പരമുള്ള ഒരു സഹായം. 1-1-3. അത് അവരുടെ ഇപ്പോ നമുക്കറിയാം മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത് ഡിഫറെന്റ് ഏജ് കുട്ടികളായിരിക്കും. 3 to 6 ഇയേഴ്സിലെ കുട്ടികൾ ഉണ്ടാവും. സോ അതിൽ ഓൾഡർ വൺസ്, മുതിർന്ന കുട്ടികള്, അതേപോലെ മോർ അഡ്വാൻസ്ഡ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഇവർ എന്ത് ചെയ്യും, മറ്റു കുട്ടികളുടെ പ്രോഗ്രസ്, അവരുടെ യങ്ങർ വൺസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യും. പരസ്പരം എന്ത് ചെയ്യും, സഹായിക്കും. കാരണം ഇപ്പോ ഒരു കുട്ടി ചെയ്തപ്പോ അത് വർക്ക് കറക്റ്റ് ആയില്ലെങ്കിൽ അവൻ ഫ്രണ്ട് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും, അവന് സഹായിക്കും, അവനെ ഹെൽപ്പ് ചെയ്യും. കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ടീച്ചേഴ്സ് ഇന്റർഫിയർ ചെയ്യേണ്ടതായിട്ട് വരുന്ന കുട്ടികൾ തന്നെ അത് എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാനും കുട്ടികൾ തന്നെ മുൻകൈ എടുക്കും. അപ്പൊ നോർമലൈസ്ഡ് കുട്ടികളുടെ ഒരു ക്ലാസ് നമ്മൾ അല്ലെങ്കിൽ നോർമലൈസ്ഡ് ചിൽഡ്രന്റെ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്, അവരിൽ നല്ല മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ കെയർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ചിൽഡ്രൻസ് ആർ ഓൾവേസ് ഹെൽപ്പിംഗ് വൺ അനദർ. ഒരു കുട്ടീനെ മറ്റൊരു കുട്ടി എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കും. നമ്മളിവിടെ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യണോ അങ്ങനെയല്ല നമ്മുടെ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. കോമ്പറ്റീഷൻ നമ്മളിവിടെ പ്രൊഹിബിറ്റഡ് അല്ല. ദെൻ കംപ്ലീറ്റേഷൻ, അപ്പൊ കംപ്ലീറ്റ് ചെയ്യുന്നതിലും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് മറ്റൊരാളെ സഹായിക്കുന്നതാണ്. ശരിക്കും മ്യൂച്വൽ ഹെൽപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് അല്ലെ. സഹായം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് എന്ന് പറയുന്നത് അത്രയും നല്ലൊരു ക്വാളിറ്റിയാണ്. സോ അത് അവർ ചെറുപ്പം മുതലേ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്. അപ്പൊ അവർക്ക് പിന്നീടായാലും ഭാവിയിലായാലും കഷ്ടപ്പാട് അല്ലെങ്കിൽ സഹായം വേണ്ടവരെ തിരിച്ചറിയാനും അവർക്കത് ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് നമ്മുടെ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ അതിലൊരാളൊന്ന് വായിക്കോ? വായിക്കാം മാം. സോറി, നിത്യ വായിച്ചോടാ. Okay, ma'am. In a class of normalized children, mutual aid naturally takes the place of competition. These children are always helping one another. The older and more advanced show an avid interest in the progress of the younger ones. ഓക്കെ, അപ്പൊ നമ്മള് മ്യൂച്വൽ ഹെൽപ്പ് ആയിരിക്കും അവർ ആ കോമ്പറ്റീഷനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കോമ്പറ്റീഷൻ നമ്മൾ പ്രൊഹിബിറ്റഡ് ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കോമ്പറ്റീഷൻ നമ്മൾ പെർമിറ്റ് ചെയ്യുന്നില്ല. കുട്ടികൾ പരസ്പരം പരസ്പര സഹായമാണ് നമുക്ക് മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ പരസ്പരം സഹായിക്കുന്നു. ഓൾഡർ ആൻഡ് മോർ അഡ്വാൻസ്ഡ് വൺസ്, മുതിർന്ന കുട്ടികൾ, അതേപോലെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ അവരുടെ യങ്ങർ വൺസിന്റെ പ്രോഗ്രസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാനൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓൾഡർ വൺസ് യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ക്ലാസ് റൂമിൽ. നമ്മൾ ചിലപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഓൾഡർ വൺസ് എന്ത് ചെയ്യും, ആ കാര്യം ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ എന്ത് ചെയ്യും, ഗൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി നോർമലൈസ്ഡ് ക്ലാസ് റൂം ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ കുട്ടികളിൽ കാണുന്ന മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പേഷ്യൻസ്. പേഷ്യൻസ് എന്ന് പറയുന്നത് അത് ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ് കുട്ടികളിൽ പേഷ്യൻസ് എന്ന് പറയുന്നത്. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുട്ടി വർക്ക് ചെയ്യാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിങ്ക് ടവർ എന്ന് പറയുന്ന മെറ്റീരിയൽ കുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതേ മെറ്റീരിയൽ വേറൊരു കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പൊ ഇവൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ചെയ്ത് കഴിയുന്നത് വരെയും വെയിറ്റ് ചെയ്ത് ആ പിങ്ക് ടവർ അവൻ അവന്റെ പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴായിരിക്കും ഇവൻ എന്ത് ചെയ്യുന്നത്, ആ മെറ്റീരിയൽ എടുത്ത് അവൻ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത്രയും നേരം അവന് പേഷ്യൻസ്, അവന്റെ മൈൻഡിനെ നല്ല മെന്റൽ എനർജി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ആർക്ക് പറ്റും,
നമ്മളുടെ മോണ്ടിസോറി കുട്ടികൾക്ക് പറ്റും. കാരണം ഒരാൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് പറ്റും. അപ്പൊ അവർ പിന്നീടായാലും ഭാവിയിലായാലും നല്ല പേഷ്യൻസ് ഉള്ള കുട്ടികളായിരിക്കും. അവർക്ക് അവരുടെ ദേഷ്യം അല്ലെങ്കിൽ അവർക്ക് അതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ചെറുപ്പത്തിലേ മുതൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്യൂർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ മുതിർന്നവർ എങ്ങനെയാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടൂലേ നമ്മള്? അപ്പോ നമ്മുടെ കുട്ടികൾ ചെറുപ്പം മുതൽ ഈ പേഷ്യൻസും കാര്യങ്ങളൊക്കെ അക്യൂർ ചെയ്യുന്നതുകൊണ്ട് അവര് എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ദേഷ്യം വരില്ല. ജസ്റ്റ് ഒരു ട്രാഫിക് സിഗ്നലിൽ കാണാൻ പോലും ഹോൺ അടിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ടിലുള്ള ആൾക്കാരെയൊക്കെ വെറുപ്പിക്കും. അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം അവർക്ക് നല്ലൊരു പേഷ്യൻസ് ചെറുപ്പം മുതലേ അവരുടെ എന്താ പറയാ, നമ്മളത് ഒരു അടിത്തറ സ്റ്റേജ് കൊടുത്താണ് വരുന്നത്. അപ്പൊ കുട്ടികൾ എന്താണ്, നല്ല പേഷ്യൻസോട് കൂടി കാര്യങ്ങൾ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും. ഓക്കെ, കാര്യങ്ങൾ ചെയ്യും. നല്ല ക്ഷമയുള്ള കുട്ടികളായിരിക്കും നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ്. കുട്ടികൾക്ക് നല്ല ക്ഷമയായിരിക്കും, മറ്റുള്ളവരുടെ കൺസേൺ ചെയ്യും. അതേപോലെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് പറ്റാണെങ്കിൽ മോണ്ടിസോറി സ്കൂൾ ഒരു ടൈമെങ്കിലും വിസിറ്റ് ചെയ്യണം. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് സ്കൂളുകൾ, CBSE സ്കൂളുകളായിരിക്കും പോകുന്നത്. ബട്ട് നമ്മുടെ പ്രാവശ്യമെങ്കിലും നമ്മുടെ അടുത്തുള്ള മോണ്ടിസോറി സ്കൂൾ എന്ത് ചെയ്യണം, വിസിറ്റ് ചെയ്യണം. നമുക്ക് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. മോണ്ടിസോറി സ്കൂളിൽ നമ്മൾ കാണുന്ന മറ്റൊരു ഫീച്ചറാണ് എന്ത്, സൈലൻസ് എന്ന് പറയുന്നത്. അവിടെ എല്ലാ കുട്ടികളും ഭയങ്കര സൈലന്റ് ആയിരിക്കും. ഈ സൈലൻസ് ആൻഡ് ഡിസിപ്ലിൻഡ് ആയിരിക്കും. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻസ് കുട്ടികളെ ഫോളോ ചെയ്യുന്നില്ല. നമ്മളത് എന്ത് ചെയ്യുന്നില്ല, സ്ട്രിക്റ്റ് ആയിട്ട് ഇന്നതുപോലെ ആവണം അങ്ങനൊന്നും ഫോളോ ചെയ്യുന്നില്ല. ബട്ട് നമ്മുടെ കുട്ടികള് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളായിട്ടാണ് വളരുന്നത്. കാരണം വെച്ചാൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീഡത്തിന്റെ ഫലമാണ് നമ്മൾ കുട്ടികളിൽ കാണുന്ന ആ ഒരു ഡിസിപ്ലിൻ എന്നാണ് മോണ്ടിസോറി പറയുന്നത്. നല്ല ഫ്രീഡവും ലിബർട്ടി നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ആയിട്ട് മാറുന്നത്. ഈ പേഷ്യൻസും മ്യൂച്വൽ ഹെൽപ്പ് ഒക്കെ ഡിസിപ്ലിൻഡ് കുട്ടികളുടെ ഒരു ക്യാരക്ടറാണ്. ഒന്ന് റീഡ് ചെയ്തേ, അതിന്റെ പ്രത്യക്ഷ കേട്ടോ. Spontaneous self-discipline. This is one of the features that usually astonishes visitors most when they see a Montessori school for the first time. This discipline is so complete that the absence of the directress for quite a long period of time does not affect it. This discipline is one of the fruits of liberty. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ട് നമ്മളൊരു മോണ്ടിസോറി സ്കൂളിലൊരു നമ്മൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഇത് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. കുട്ടികൾ വളരെ ഡിസിപ്ലിൻ ആയിട്ടായിരിക്കും അവിടെ പെരുമാറുന്നത്. ഞാൻ കാര്യം പറയാം. ഞങ്ങൾക്ക് എനിക്ക് പരിചയത്തിലൊരു സ്കൂളുണ്ട്. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി സ്കൂളല്ല, CBSE സ്കൂളാണ്. ബട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂം ഉണ്ട്, മോണ്ടിസോറി എൻവയോൺമെന്റ് പോലെ ക്ലാസ് റൂം ഉണ്ട്. സോ ഈ കുട്ടികളെ നമ്മൾ എല്ലാ ദിവസവും KG സെഷൻ ആണല്ലോ, എല്ലാ ദിവസവും ഈ ഏറ്റവും ലാസ്റ്റത്തെ അവറാണ് കുട്ടികൾക്ക് ഏത് മോണ്ടിസോറി പീരീഡ് ഉള്ളത്. സോ ആ സമയമാകുമ്പോൾ കുട്ടികളെല്ലാവരും കറക്റ്റ് ആയിട്ട് ലൈനിൽ വരെയും നല്ല സൈലൻസോട് കൂടി ആ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് പോവുകയും അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെയും അവർ ആ സൈലൻസ് ആൻഡ് ഡിസിപ്ലിൻസ് അവരെന്തെയും ഫോളോ ചെയ്യും. അപ്പോ ശരിക്കും നമ്മൾ ലൈനിൽ പോകുന്നത് അസംബ്ലിയുടെ ഒക്കെ ടൈമിലാണെങ്കിൽ കുട്ടികൾ ഭയങ്കര ടീച്ചർമാർക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. അവർ ക്ലാസ് ടീച്ചർ പറയാറുണ്ട് ഇങ്ങനെയാണ്, കുട്ടികൾ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ്, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ഒരു അസംബ്ലിക്കൊക്കെ പോകുന്ന സമയത്ത് ഇത്രയും കുറുമ്പും കാര്യങ്ങളും ഭയങ്കര സൗണ്ട് ഒക്കെയാണ്. ഇത് മോണ്ടിസോറിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. കുട്ടികൾ അവിടേക്ക് പോകുമ്പോൾ മേ ബി കുട്ടികൾക്ക് വർക്ക് ചെയ്യാലോ, മെറ്റീരിയൽസ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാലോ എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കാം അവർ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ കുട്ടികളിൽ മോണ്ടിസോറി നോർമലൈസേഷനിലൂടെ കുട്ടികൾ ഈ സെൽഫ് ഡിസിപ്ലിൻ അക്യൂർ ചെയ്യുന്നതുമാകാം. അപ്പൊ അങ്ങനെ ടീച്ചേഴ്സ് പറയാറുണ്ട്. അപ്പൊ കുട്ടികളിൽ നമ്മൾക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനായിട്ട് അക്യൂർ ചെയ്യാനായിട്ട് മോണ്ടിസോറി മെത്തേഡ് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി ഡിസിപ്ലിൻ. ഇപ്പൊ ഈ മോണ്ടിസോറി മെത്തേഡില് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പൊ അത് നമ്മൾ കുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഇതിന് പ്രാക്ടീസ് ക്ലാസ് കൊടുക്കുന്നുണ്ടോ? ഓഫ്ലൈൻ ആയിട്ട്, ഇപ്പൊ ഓൺലൈൻ ആയിട്ട് ആണെങ്കിൽ പറ്റില്ലേ, അപ്പൊ ഓഫ്ലൈൻ ആയിട്ട് ഇങ്ങനെ പ്രാക്ടിക്കൽ ക്ലാസ് കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ സ്റ്റുഡൻസിന്?
ഞാൻ പറഞ്ഞല്ലോ നമ്മളെ മെറ്റീരിയൽസും കാര്യങ്ങളും ഞങ്ങൾ ഓൺലൈൻ പ്രാക്ടിക്കൽ അതിന് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദെൻ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്ത് ഉണ്ടാവും. MT11 അല്ലേ, MT10 വരെയും പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. MT11 മിക്കവാറും നവംബറിലായിരിക്കാം പ്രാക്ടിക്കൽ ക്ലാസ് വരും. ആ സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ഈ മെറ്റീരിയൽസും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യും, മനസ്സിലാക്കും. നമ്മൾ ടച്ച് ചെയ്ത് നമുക്കത് കാര്യങ്ങൾ വർക്ക് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടും. അത് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാനായിട്ട് പറ്റിയേ ഒത്തിരി ദൂരത്തു നിന്നൊക്കെ കുട്ടികൾ വരാറുണ്ട്, ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ കുട്ടികൾ വരാറുണ്ട്, പാലക്കാട് ഒത്തിരി സ്ഥലത്തു നിന്നൊക്കെ കുട്ടികൾ വരാറുണ്ട്. അന്നത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമായിട്ട് ട്രാവൽ ചെയ്ത് കുട്ടികൾ വരാറുണ്ട്. നമുക്ക് 9:30 to എനിക്ക് തോന്നുന്നു 3:30 വരെ ആയിരിക്കും ക്ലാസ് വരുന്നത്. ഫുഡിന് ടൈം കൊണ്ടുവരാണെങ്കിൽ കഴിക്കാനായിട്ട് പറ്റും. പിന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻട്രൻസ് ഫീ ഉണ്ടാവും. വേറെ നല്ലൊരു ക്ലാസ് ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് ടീച്ചേഴ്സിന് എല്ലാവരെയും കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരം കൂടി ആയിരിക്കും. പരിചയപ്പെടാൻ പറ്റും, മെറ്റീരിയൽസ് കാണാൻ പറ്റും. ഏറ്റവും മെയിൻലി നമുക്ക് ആ മെറ്റീരിയൽസ് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം. ഒരുപാട് ദൂരാണ് മേഡം, വരാൻ പറ്റും തോന്നണില്ല. പാലക്കാടൊക്കെയാണ് ഞങ്ങള്. പാലക്കാടിനൊക്കെ കുട്ടികൾ വരാറുണ്ട്. ഒറ്റപ്പാലം, പാലക്കാട് നിന്നൊക്കെ കുട്ടികൾ വരാറുണ്ട്. മാം വർക്കിംഗ് ആയിരിക്കും അതോ സാറ്റർഡേസിലായിരിക്കുമോ? മെയിൻലി സെക്കൻഡ് സാറ്റർഡേസ് ആയിരിക്കും. ഓക്കെ ഓക്കെ മാം. അത് കുട്ടികൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള എല്ലാ മന്തിലും നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. എല്ലാ മാസവും മന്തില് ഏതെങ്കിലും ഒരു സാറ്റർഡേ പ്രാക്ടിക്കൽ ക്ലാസ് എന്തായാലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ബാച്ചിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് വരുമ്പോൾ നിങ്ങൾ PR-നോട് കോൺടാക്ട് ചെയ്യാം. പ്രാക്ടിക്കൽ ക്ലാസ് എന്താണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം, അന്ന് അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ കംഫർട്ടബിളിനനുസരിച്ച് എല്ലാ മാസത്തിലും പ്രാക്ടിക്കൽ ക്ലാസ് പോകുന്നുണ്ട് കേട്ടോ. മേഡം ഇപ്പൊ മേഡം പറഞ്ഞല്ലോ, ഇപ്പൊ ഈ മോണ്ടിസോറി സ്കൂളില് ഇപ്പൊ കുട്ടികളെ ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കുന്നത് കാണാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാനിപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോയി കുറച്ച് ദിവസമായി. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ കഷ്ടമുള്ള കാര്യം കുട്ടികളെ ഡിസിപ്ലിൻ ആയിട്ട് ഇരുത്താന്നുള്ളതാണ്. അവര് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അപ്പൊ അത് എങ്ങനെ നമ്മൾ അവരെ ഇരുത്താന്നുള്ളതിനുള്ള ടെക്നിക്കൊക്കെ ഇപ്പൊ ഇതില് നമുക്ക് പ്രാക്ടീസ് ചെയ്യും. നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളും ചെയ്തിട്ടാണ് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർ വർക്കിലേക്ക് കൊണ്ടുവരുന്നത്. അവർ വർക്കിലേക്ക് നമ്മൾ ആ മെറ്റീരിയൽസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓരോ മെറ്റീരിയൽസും യൂസ് ചെയ്യുമ്പോൾ അവർക്ക് സംസാരിച്ചുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ മേ ബി ഞാൻ നോബിൾഡ് സിലിണ്ടേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ടോ? നോബിൾഡ് സിലിണ്ടേഴ്സ്, ആ നോബിൾഡ് സിലിണ്ടേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ സൈലന്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഐയും ഹാൻഡിന്റെയും ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു മെഷർ ചെയ്ത് ആ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് ഈ നോബിൾഡ് സിലിണ്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ചെയ്ത് ഓർഡറിൽ വെക്കാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പൊ കുട്ടികൾ ആദ്യം അവർ എന്ത് ചെയ്യാൻ പഠിക്കുകയാണ്, കോൺസെൻട്രേഷൻ അക്യൂർ ചെയ്യാണ്, സൈലൻസ് കോൺസെൻട്രേഷൻ കാര്യങ്ങൾ അക്യൂർ ചെയ്യണം. ദെൻ പിന്നീട് ഈ ഒരു സൈലൻസും കോൺസെൻട്രേഷൻ ആദ്യം തന്നെ അവർ ഡിസിപ്ലിൻ ആവില്ല. ത്രൂ വർക്കിലൂടെ മേ ബി ഒരു ആദ്യം നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന ഒരു കുട്ടി മേ ബി ഡീവിയേറ്റഡോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ആ കുട്ടി മേ ബി 1 month to 4 monthsനുള്ളിലാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്, നോർമൽ ചൈൽഡ് ആക്കി മാറ്റുന്നത്. നമ്മൾ ത്രൂ വർക്ക്, ത്രൂ മെറ്റീരിയൽസ്, അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങൾ, റൈംസ്, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസിലൂടെയാണ് അവരെ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റുന്നത്. ഓക്കെ. ദെൻ ഡ്രോയിങ്. ഇപ്പൊ നമ്മൾ ചിലപ്പോ മോണ്ടിസോറി സ്കൂളിലായിരിക്കില്ല പഠിപ്പിക്കുന്നത്, നോർമൽ സ്കൂളിലായിരിക്കും. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സ് നമ്മളോട് പറയും, ഈ കുട്ടി ഭയങ്കരമായിട്ട് വീക്കാണ്, അവൻ എഴുതാൻ പോലും അറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അവനെ കൊണ്ട് ഡ്രോ ചെയ്യിപ്പിക്കാം, വരപ്പിച്ച് നോക്കാം. അവന് ഐ ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ അവന് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ പ്രോപ്പർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മെറ്റീരിയൽസ് കാര്യങ്ങളുണ്ട്. ആൽഫബറ്റ്സിന്റെ കേസിലാണെങ്കിൽ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്, അങ്ങനെ ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ്, എഴുതിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് എന്ത് ചെയ്യുക, ടച്ച് ചെയ്ത് മനസ്സിലാക്കിക്കുക. ദെൻ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ആൽഫബറ്റ് ചാർട്ട് നോക്കി അവരെ കൂടെ റീഡ് ചെയ്യിപ്പിക്കാം. പിന്നെ നമുക്ക് എന്താണ് നോർമൽ സ്കൂളിന്റെ കേസാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ബുക്കിൽ അവരെ കൊണ്ട് ആൽഫബറ്റ്സ് കാര്യങ്ങൾ എഴുതിക്കാം. സോ ഈ ഒരു പ്രോസസ്സ് ചിലപ്പോൾ ഒറ്റയടിക്ക് നടത്താൻ പറ്റില്ല, 1 മാസം കൊണ്ട് പറ്റില്ല, ചില 2-3 മാസമൊക്കെ എടുക്കും. സോ നമ്മൾ ഇവര് എങ്ങനെയാക്കുന്നു, നമ്മൾ ഈ മെറ്റീരിയൽസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുട്ടീനെ നമ്മൾ ആരാക്കി മാറ്റാണ്, നോർമൽ ചൈൽഡ് ആക്കി മാറ്റാണ്. ഇനി സപ്പോസ് കുട്ടി വരയ്ക്കുന്നില്ല, ഡ്രോ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും, പ്രോപ്പർ ആയിട്ട് ഡ്രോ ചെയ്യുന്നില്ല, മനസ്സിലാക്കാൻ ഡീവിയേറ്റഡ് ആണ്.
കുട്ടി എന്താണ് ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിപ്പീറ്റ്ലി ഡ്രോയിങ് കാര്യങ്ങൾ കൊടുക്കുക, ക്രയോൺസ്, ഡ്രോയിങ് വർക്കുകൾ. അത് എപ്പോഴാണോ ആ ലൈൻ്റെ ഉള്ളിൽ ചില പുറത്തേക്കൊന്നും പോകാതെ നല്ല വൃത്തിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റുന്നത് ആ സമയം മുതൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഓരോ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ദെൻ ആ കുട്ടിയുടെ നോർമലൈസ്ഡ് ചൈൽഡാക്കി മാറ്റാനായിട്ട്. ഓക്കെ ആണോ? മനസ്സിലായോ? ത്രൂ വർക്ക് എന്ന് പറയുന്നത് നമ്മളുടേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു സാൻഡ് പേപ്പർ ആൽഫബറ്റ്സിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ ആൽഫബറ്റ് ചാർട്ട്, നമ്പർ ചാർട്ട്. ചില കുട്ടികൾ നമ്പേഴ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് കുട്ടികളെ കൗണ്ടിങ് പഠിപ്പിക്കാൻ പല രീതിയിൽ നമുക്ക് പറ്റും. ഈ ബീറ്റ് സ്റ്റെയർ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ഈ ബീറ്റ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ നമ്പർ ചാർട്ട് പോലെ തന്നെ നമ്മൾ കൗണ്ടിങ് പഠിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത് ബീറ്റ് സ്റ്റെയർ എന്ന് പറയുന്നത്. അപ്പൊ 1 എന്ന് എഴുതിയിട്ടുണ്ടാവും, LD1 അവിടെ 1 ബീറ്റ്സ് ആയിരിക്കും. TW2 2 ബീറ്റ്സ് ഉണ്ടാവും. മേബി ഒരു നൂലിലായിരിക്കും, മേബി നൂലോ സ്ട്രിങ്ങിലായിരിക്കും ഈ ബീറ്റ്സ് ഉള്ളത്. നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. 1 1 2 1 2 3. കുട്ടികളെ കൗണ്ടിങ് പഠിപ്പിക്കുകയാണ്. പിന്നെ അതേപോലെ നമ്മൾ പിങ്ക് ടവർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. പിങ്ക് ടവർ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. 10 വുഡൻ ക്യൂബ്സ് ആണ്. അപ്പൊ കുട്ടികളെ നമ്മൾ കൗണ്ടിങ് പഠിപ്പിക്കുന്നത് പിങ്ക് ടവറിൽ 10 ക്യൂബ്സ് ആണ്. നമ്മുടെ എല്ലാ മെറ്റീരിയൽസും ഏകദേശം 10 ക്യൂബ്സ് ആണ് വരുന്നത്. കൗണ്ടിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ 1 2 3 4 5 അങ്ങനെ കൗണ്ട് ചെയ്ത് 10 വരെയും കൗണ്ട് ചെയ്യിപ്പിക്കാം. സിലിണ്ടർ എല്ലാം. അപ്പൊ ഇതൊക്കെ ചെറിയ ഒരു മെറ്റീരിയലിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഈ പിങ്ക് ടവർ യൂസ് ചെയ്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കൗണ്ടിങ് പഠിപ്പിക്കാം, കളർ പഠിപ്പിക്കാം, കൺസ്ട്രക്റ്റീവ് സ്കിൽസ് എങ്ങനെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാം. ദെൻ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ ചെറുതിലേക്കും ചെറുതിലേക്കും വലുതിലേക്കും അവർക്ക് അത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ദെൻ പിന്നെ നമുക്ക് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ കൺസ്ട്രക്ഷൻ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ്. ഡിഫറെന്റ് സൈസിലാണല്ലോ. ഇത് വലുത് നമ്മൾ വലിയ ബ്ലോക്ക് എടുത്തിട്ട് ബിഗ് ആൻഡ് സ്മോൾ ബ്ലോക്ക് എടുത്തിട്ട് സ്മോൾ. അങ്ങനെ നമ്മൾ കുട്ടികളെ ഓരോ കാര്യങ്ങളും നമുക്ക് ഈ മെറ്റീരിയൽസിലൂടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും, ട്രെയിൻ ചെയ്യാൻ പറ്റും. ദെൻ അതിലൂടെ നമുക്ക് അവരെ എന്താക്കി മാറ്റാൻ പറ്റും, നോർമൽ ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഈ നോർമൽ ചൈൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ നല്ല ഡിസിപ്ലിൻ, ഒബീഡിയന്റ് ആയിട്ടുള്ള, നല്ല പേഷ്യൻസ് ഉള്ള, നല്ല അത്യാവശ്യം നല്ല സൈലന്റ് ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണോ? ഞാനെന്തേ രാവിലെ ഇതേ പോർഷൻ വേറൊരു ബാച്ചിലെടുത്ത് അവരുടെ പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായി. മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റി. സോ നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്ലാസ് മേ ബി ഒക്ടോബറിലാവാം, അല്ലെങ്കിൽ നവംബറിലേക്ക് പോവാം കേട്ടോ. അപ്പൊ അത് കഴിയുമ്പോൾ മേ ബി നിങ്ങൾ എന്താ പറയുക ഒരു 75% or 80% മോണ്ടിസോറി ട്രെയിനർ ആയിട്ട് മാറും. ഓക്കെ. സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ ആരാ വായിക്കുന്നേ? വായിച്ചത്? വായിച്ചു മാം. ഓക്കെ, ക്ലിയർ ആണോ? ജോയ്. ജോയ് ആണ്. അതിൽ മാർക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ മാർക്ക് ചെയ്തില്ല. ലിബർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ലിബർട്ടിയിലെ ഫ്രൂട്ട് ആണ്. ഫ്രീഡം നമ്മൾ അലോ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ കുട്ടികളിലെ ലിബർട്ടി കാണുന്നത്. ഒരു എക്സാമ്പിൾ ഒരു പോയിന്റ് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് എക്സാം വൈസ് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ ജോയി ആണ് പറയുന്നത്. ഒരു മെറ്റീരിയൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. നിങ്ങൾക്കില്ലേ റെക്കോർഡ് എത്ര വരെ? 4 റെക്കോർഡിന്റെ പറഞ്ഞു തന്നായിരുന്നു മാം ജിഷ മിസ്. ഓക്കെ. നമ്മള് 5ാമത്തെ റെക്കോർഡില് വരുന്നൊരു മെറ്റീരിയൽ നമ്മുടെ പാറ്റിക്സ് റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മളുടെ 5ാമത്തെ റെക്കോർഡ് പാറ്റിക്സ് റെക്കോർഡാണ്. സോ പാറ്റിക്സ് റെക്കോർഡിൽ വരുമ്പോൾ ഈ മെറ്റീരിയൽസ് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോട്ട്സ് റെക്കോർഡിൽ എഴുതും കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കോർഡാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ബൈനോമിയൽ ക്യൂബ് ആണ്. ഓക്കെ, ബൈനോമിയൽ ക്യൂബ് ഉണ്ട്, ട്രൈനോമിയൽ ക്യൂബ് ഉണ്ട്. ഞാൻ എപ്പോ ചെയ്താലും മിസ്റ്റേക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ഈ ബൈനോമിയൽ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നല്ലേ കാണുന്നത് ഇമേജിൽ. ശരിക്കും അത് എന്താ പറയാ, ഓക്കെ ഓക്കെ, ഇത് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്.
നമ്മള് കറക്റ്റ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഇത് ട്രൈനോമിയൽ ക്യൂബ് ആണ്. നിങ്ങൾ രണ്ടാമത് കാണുന്ന മെറ്റീരിയൽ ട്രൈനോമിയൽ ക്യൂബ് ആണ്. 3 സെക്ടർ ഉള്ളത്. ബൈനോമിയൽ ക്യൂബ് എന്ന് പറയുമ്പോൾ 2 ലെയർ മാത്രമുള്ള ഒരു ക്യൂബിനെ അതിനെയാണ് നമ്മൾ എന്താ പറയുക 3D വേർഷൻ ആണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ട് അത് 3D വേർഷൻ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം ഈ മെറ്റീരിയൽസ് എന്താ പറയാ ഈ ക്യൂബും ഉണ്ട് ക്യൂബോയിഡ് ഉണ്ട്. പല സ്ഥലത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് കുട്ടികൾ തന്നെ അത് എന്ത് ചെയ്യും ഇതേപോലെ സെറ്റ് ആക്കും. ഓരോ മെറ്റീരിയൽ എടുത്ത് കറക്റ്റ് ആയിട്ട് സെറ്റ് ആക്കി വെക്കും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുട്ടികളുടെ സന്തോഷം ഒരു ഹാപ്പിനെസ് കുട്ടികളുടെ ഫേസിൽ വരും. കാരണം കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ ബൈനോമിയൽ ക്യൂബ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും തെറ്റിപ്പോവാറുണ്ട്. എനിക്ക് അതിന്റെ മിസ്റ്റേക്ക് പറ്റാറുണ്ട്. സോ ഞാനത് എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട് പ്രസന്റ് ചെയ്യും ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. ആ സമയത്തൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോവാറൊക്കെ ഉണ്ട്. എനിക്ക് എപ്പോഴും നിൽക്കുന്ന മെറ്റീരിയലാണ് ബൈനോമിയൽ ക്യൂബ്. അപ്പോ അങ്ങനെ വരുമ്പോ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തന്നെ ചെറിയൊരു സന്തോഷം വരാറുണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങളും മെറ്റീരിയൽസ് കാര്യങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് സന്തോഷം നിങ്ങൾക്ക് കിട്ടും. കറക്റ്റ് ആയിട്ട് ആ മെറ്റീരിയൽസും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്ലഷർ ഒരു സന്തോഷം ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും. നമ്മൾ എന്തോ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ മനസ്സിലേക്ക് വരും. അത് ഭയങ്കര നല്ലൊരു ഹാപ്പിനെസ് ആണ്. കാരണം നമ്മൾ കുട്ടികൾ ഈ കമ്പ്യൂട്ടർ ഗെയിം ഒക്കെ കളിക്കില്ലേ അതേപോലെയല്ല. പക്ഷെ അവർക്ക് അങ്ങനെ കമ്പ്യൂട്ടർ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തേക്ക് മാത്രമായിരിക്കും. പക്ഷെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്ത് അവർ ആ കാര്യം നേടിയെടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം കുറേ നേരം അത് ആ ഒരു ടൈം ഉണ്ടാവും. വീണ്ടും ആ മെറ്റീരിയൽ വീണ്ടും ചെയ്ത് നോക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ കുട്ടികൾ കാണാറുണ്ട്. ജോയ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയൽസ് ചെയ്ത് അത് കംപ്ലീറ്റ് ആക്കുമ്പോൾ കുട്ടികളിൽ കണ്ടുവരുന്ന ആ ഒരു ടൈപ്സ് ഓഫ് ഹാപ്പിനെസ് ആ ഒരു ടൈപ്പ് ഓഫ് ഇമോഷനെയാണ് ജോയ് എന്ന് പറയുന്നത്. ഇപ്പൊ ബൈനോമിയൽ ക്യൂബ് അല്ലെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഇനി ഞാൻ പറയുന്നത് പിങ്ക് ടവർ ആണെന്ന് വിചാരിക്കും. പിങ്ക് ടവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീട്ടില്? ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ? പിങ്ക് ടവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിങ്ക് ടവർ നമ്മൾ കുഞ്ഞു കുട്ടികളെ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് പിങ്ക് ടവർ ചെയ്യിപ്പിക്കണം. അവർക്ക് ആ പിങ്ക് ടവർ അറേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും. കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് മുകളിൽ ലാസ്റ്റ് ബ്ലോക്ക് എടുത്ത് വെക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും വരുന്നത്. കാരണം അവരത് അറേഞ്ച് ചെയ്തു. ഞാനിത് മോനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. മോനിപ്പോ 2.5 വയസ്സായി. അപ്പൊ ചെറുതിലാണ് മേടിച്ച ഒരു 6 മാസമായി. അപ്പൊ വെറുതെ ഒരു കളിപ്പാട്ടം പോലെ ഇതാക്കിയിരുന്നു. ഞാനിപ്പോ മോണ്ടിസോറി പഠിപ്പിച്ച് തുടങ്ങിയ മിസ് പറഞ്ഞപ്പോഴാണ് ഞാന് മോനിപ്പോ കൊടുത്തു നോക്കി ഇങ്ങനെ ചെയ്യും. അപ്പൊ അത് വളരെ താല്പര്യത്തോടുകൂടി ചെയ്യുന്ന കാണുന്നുണ്ട്. പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ഒരു മടുപ്പില്ല. അപ്പൊ അപ്പൊ ടീച്ചർ പറഞ്ഞാൽ ആലോചിച്ചു. അപ്പൊ എന്നോട് ചോദിക്കും ബിഗ് ഏതാണ് സ്മോൾ ഏതാണ്, ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ബിഗ് ഏതാണ് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കും. എന്നിട്ട് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് കൈയടിക്കും. പിന്നെ രണ്ടാമത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യും. എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് പ്ലീസ് അത് ഞാനാണ്. നമ്മുടെ ബാച്ചിനായിരുന്നല്ലേ ഈ മോണ്ടിസോറി മെറ്റീരിയൽ കുട്ടികൾ ചെയ്ത് എന്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇന്നത്തെ ഈ ഒരു ഗെയിം മെറ്റീരിയൽ ഒക്കെ വരുമ്പോൾ മോണ്ടിസോറി മെറ്റീരിയൽ ആയിരിക്കും കുട്ടികൾക്ക് ഇഷ്ടം എന്നുള്ളത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയലിനോട് കുട്ടികൾക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ മോൾക്ക് വാങ്ങിച്ചു കൊടുത്തുകൊണ്ടും അവള് ആ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടും എനിക്ക് ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ആ ഒരു മെറ്റീരിയലിനോട് ഭയങ്കര താല്പര്യമായിരിക്കും. അതേപോലെ നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങൾ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ ഈ മെറ്റീരിയൽസും കാര്യങ്ങളും നമുക്ക് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവർക്ക് ആ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമായിരിക്കും. ഓക്കെ. നല്ല രസമാണ്. കാരണം മെറ്റീരിയലിനോട് കളിപ്പാട്ടത്തെക്കാളും കൂടുതൽ അല്ലെങ്കിൽ ടോയ്സിനേക്കാളും കൂടുതൽ എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടം നമ്മുടെ ഈ മെറ്റീരിയൽസിനോട് കുട്ടികൾക്ക് ഉണ്ട്. ഓക്കെ. ഇത്തരം മെറ്റീരിയൽസ് ഒക്കെ പ്രൈവറ്റ് സ്കൂളിലും വാങ്ങി വെച്ചിട്ടുണ്ട് മാഡം. ഞാനിപ്പോ പ്രാക്ടീസിന് പോയ ആ സ്കൂളിലൊക്കെ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. ട്രെയിൻ ചെയ്യിക്കാറുണ്ടത്? അത് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് ദിവസം അവിടെ പോയുള്ളൂ. അവിടുത്തെ ടീച്ചേഴ്സ് ട്രെയിൻ ചെയ്യിക്കാറുണ്ടെന്നാ പറഞ്ഞത്.
മാം ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ബ്രദറിന്റെ മോള് അവള് CBSE സ്കൂളിലാണ്, മോണ്ടിസറിയിലല്ല, പക്ഷെ നഴ്സറിയിലാണ്. ഒരിക്കൽ വരുമ്പോ ഈ കളർ ടാബ്ലറ്റ് ഇല്ലേ, അത് 2 ആള് കൊണ്ടുവന്നിരുന്നു. അത് എടുത്തോണ്ട് വന്നതാന്ന് തോന്നുന്നു. അത് കൊണ്ടുവന്നിരുന്നു പോക്കറ്റിൽ കണ്ടിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ മോണ്ടിസറിയിൽ വർക്ക് ചെയ്തപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പൊ CBSEയിലും ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ മെറ്റീരിയൽസും മെത്തേഡ്സും കുറച്ചൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഇതില്ല, എന്താ പറയാ, സമ്മതിച്ചിട്ടില്ല അവര് നമ്മുടെ മെത്തേഡ് അത് യൂസ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, കൂടുതൽ കുട്ടികൾക്ക് ട്രൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ കളർ ടാബ്ലറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ ഈ സബ്മിഷൻ ഓഫ് പ്രോസസ്സിംഗ് ഇൻസ്റ്റന്റിന്റെ കേസ് പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ട് ഇല്ലേ? ഇത് പോയിന്റ് പറഞ്ഞല്ലോ, ഈ സബ്മിഷൻ ഓഫ് ദ possessive instant ആദ്യം കുട്ടികളുടെ it is the true that the first flash of their induction children may wish to take the material home with them. ആദ്യം കുട്ടികളുടെ മെറ്റീരിയൽസ് ഒക്കെ കൂടി കാണുമ്പോൾ അവർക്ക് എന്തായാലും ഈ മെറ്റീരിയൽസ് ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അങ്ങനത്തെ ഒരു ചിന്തയായിരിക്കും മനസ്സിലേക്ക് വരുന്നത്. പിന്നീട് അവരവിടെ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അവർക്ക് നമ്മുടെ ഈ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർ മനസ്സിലാക്കും ഈ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ഈ ഒരു ക്ലാസ്, ഈ ഒരു എൻവയോൺമെന്റിലാണ്, ഇവിടത്തെയാണ്. ഇവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും, ഇപ്പോൾ തന്നെ ഇവിടെ വരുന്ന മറ്റു കുട്ടികൾക്കും ഇത് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് കുട്ടികൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കുമ്പോൾ തിരിച്ച് അവർ എന്ത് ചെയ്യും, അത് കൊണ്ടുവരും. ചെറിയ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് എന്താ പറയാ, ഈ ചെറിയ പിങ്ക് ടവറിന്റെ ഏറ്റവും ഫസ്റ്റ് ക്യൂബ് ഇല്ലേ, അത് ഞാൻ വർക്ക് ചെയ്ത ടൈമിൽ ഒരു ക്ലാസ്സിൽ പോലും അതിന്റെ ചെറിയ ക്യൂബ് ഉണ്ടാവില്ല മാം. അത് ആദ്യം തന്നെ ഏതോ ഒരു കുട്ടി എടുക്കും. ഏത് കുട്ടിയാന്ന് പോലും ടീച്ചേഴ്സിന് അറിയില്ല. അപ്പൊ എപ്പോഴും ലാസ്റ്റ് ഫൈനൽ ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ അടുത്ത ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ട് അതൊക്കെ റീസ്റ്റോക്ക് ചെയ്യണമല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന സാധനം ഈ പിങ്ക് ടവറിന്റെ ഫസ്റ്റ് കുഞ്ഞു ക്യൂബായിരിക്കും. അത് കുട്ടികൾ കൊണ്ടുപോകും. അത് ഭയങ്കര പാടാണ്. പിങ്ക് ടവറിന്റെ ചെറിയ ക്യൂബ് കണക്ട് ചെയ്തത് ഒരു ഹോൾഡ് ചെയ്യുന്നതാണ്. അത് അവർക്ക് ഒരു പ്രായത്തിന്റെ ഇതാണ്. ഒരു നോർമലൈസ്ഡ് ആവും മാറുമ്പോ പിന്നെ അവരത് അങ്ങനെ ചെയ്യില്ല. പക്ഷെ എല്ലാ പ്രാവശ്യവും കുട്ടികള് ഈ ഡീവിയേറ്റ് അല്ലെങ്കിൽ കുട്ടികൾ ആദ്യം കാണുമ്പോ അവർ ഇഷ്ടം കൊണ്ട് അവരത് എടുക്കുന്നതാണ്, നോർമലാണ് കേട്ടോ. പിന്നീട് അവരത് ഇതാവുമ്പോ മാറും, വലുതാവുമ്പോ മാറും. മോണ്ടിസോറി മെത്തേഡ്, മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം നോർമൽ സ്കൂളിലും പ്രൈവറ്റ് സ്കൂളിലും ഒക്കെ അവര് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് മോണ്ടിസോറി മെത്തേഡിൽ എന്തെങ്കിലും ഒരു ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പൊ അവര് പറയും ഇത് ഇവിടെ യൂസ് അല്ല പറയും. ഇപ്പൊ ഞാന് ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ നമ്മള് ഫ്രെയിംസ് ഉണ്ടാക്കിയിരുന്നല്ലോ, അപ്പൊ അതില് അത് കൊണ്ടുപോയി, ബട്ടൺ ഫ്രെയിംസ് അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാനത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോ അവര് പറയാണ് ഇത് ഇവിടെ ഇല്ല, ഇത് ഈ മെത്തേഡ് ഇവിടെ എടുക്കില്ലാന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു മെത്തേഡും എടുക്കാതിരിക്കാൻ, നമുക്കത് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതൊന്നും ഇങ്ങനെയൊന്നും ഇവിടെ ചെയ്യിപ്പിക്കാറില്ല. ഇതൊക്കെ വീട്ടിൽ തന്നെ അവര് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് വിടാറ്. ഇതൊന്നും ഞങ്ങള് ചെയ്യിക്കാറില്ല എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അതാണ് നമ്മൾ ചില കുട്ടികൾ ബട്ടൺസ് ഇടുന്നതില്ലേ പ്രോപ്പർ ആയിട്ട്. ഞാൻ കുഞ്ഞു കുട്ടികളെ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ 4 ക്ലാസ് 2 ക്ലാസ്സിലും 3 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പോലും പ്രോപ്പർ ആയിട്ട് ഇപ്പോഴും ബട്ടൺസ് ഇടാൻ അറിഞ്ഞൂടാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷൂലേസ് അറിയില്ല. അത് പേരൻസിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ടീച്ചേഴ്സ് പറയുന്നത്. പാരന്റ്സിന് മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്നില്ല, അതല്ല ചില ടീച്ചേഴ്സ് അങ്ങനെ പറയുന്നു പറയാ, അത്രയും. അവരുടേതായ അറിയല്ലേ. നമ്മളുടെ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുക, അവരെ നോർമൽ ചൈൽഡ് ആക്കി മാറ്റുക, ഇൻഡിപെൻഡന്റ് ആക്കുക, അതൊന്നും നമ്മുടെ ഡ്യൂട്ടിയാണ്. വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തോ ഫ്രെയിംസ്? എന്താണ് ഫ്രെയിംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഞാൻ അവിടെ സ്കൂളിൽ, ഞങ്ങളുടെ മെത്തേഡാണെന്ന് പറഞ്ഞിട്ട്. അപ്പോ അവര് അത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ എങ്ങനെ ഇവിടെ അവരതിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് അവരുടെ ഇതിൽ ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഞങ്ങള് ഇവിടെ ഇന്നും മോണ്ടിസോറി സ്കൂൾ ഇല്ല. സാധാ നോർമൽ സ്കൂൾ, പ്രൈവറ്റ് സ്കൂളേ ഉള്ളൂ. ഇപ്പോ പ്രാക്ടീസിനാണേലും വർക്ക് ചെയ്യാൻ പോവാനാണേലും മോണ്ടിസോറി സ്കൂൾ അടുത്തൊന്നും ഇല്ല. അപ്പോ അത് മാറ്റം ഉണ്ടാവും. പക്ഷെ നമ്മള് പഠിപ്പിക്കണ ഇതൊക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷെ അവരത് ഉപയോഗിച്ച് ഓക്കെ, നമ്മൾ ആദ്യം പോകുമ്പോൾ അവരുടെ കാര്യങ്ങളും അവരുടെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ ചിന്തിക്കാം അവർ തരുന്ന സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടല്ലോ, അതെങ്ങനെ കുട്ടികളിലേക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പൊ ആൽഫബറ്റ്സ് പഠിപ്പിക്കാനാണ് മോനെ ഏൽപ്പിക്കുന്നതെന്ന് വിചാരിക്കും.
അങ്ങനെയാണെങ്കിൽ നമ്മൾ സാനിറ്റൈസർ ആൽഫബറ്റ്സ് കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആൽഫബറ്റ് ചാർട്ട്, ഫ്ലാഷ് കാർഡ്, ആൽഫബറ്റ്സിന്റെ കാർഡുകൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് അവരെ എന്താക്കി മാറ്റാം. അതൊക്കെ വർക്കുകളാണ്. ഓരോ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ കുട്ടികൾ എന്ത് ചെയ്യാൻ വർക്ക് ചെയ്യണം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമൽ ആക്കാനും അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്പേഴ്സിന്റെ കാര്യമാണെങ്കിൽ കൗണ്ടിങ് അല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. ആദ്യം തന്നെ 1, 2, 3 കൗണ്ടിങ് പഠിപ്പിക്കാണ്ട് നമ്പർ ചാർട്ട് യൂസ് ചെയ്തിട്ട് ചോക്ലേറ്റ് വെക്കുക. ഒരു കുട്ടി ഡെമോ ക്ലാസ് കാണിച്ചു നേട്ടം എന്ന് വെച്ചാല് ആ കുട്ടി ക്ലാസ്സിൽ ചെയ്തൊരു ആക്ടിവിറ്റി ആണ്. അപ്പൊ ഫസ്റ്റത്തെ നമ്പർ ചോദിച്ചു, 1 എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി വന്നിട്ട് അതിൽ നിന്നൊരു ചോക്ലേറ്റ് എടുത്തു. രണ്ടാമത്തത് കൗണ്ട് ചെയ്യണം. ചോക്ലേറ്റിന് തന്നെ പിക്ചറാണ്. അതിൽ ഒരു ചോക്ലേറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ചോക്ലേറ്റ് കിട്ടി. രണ്ടാമത്തെ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയാണെന്ന് കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ 1, 2 കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്തുകൊണ്ട് അടുത്ത ചോക്ലേറ്റ് കൊടുത്തു, ഒരു ചോക്ലേറ്റ്. ദെൻ അടുത്ത കുട്ടി പറഞ്ഞു 3 ആണ്. അപ്പൊ ആ കുട്ടികളോട് കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അത് നമ്മളുടേതായ ഐഡിയയില്ല നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. ചോക്ലേറ്റ് കൊടുക്കണമെന്നൊന്നുമില്ല, കൗണ്ടിങ് കൊടുക്കുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. നമ്മള് റിവാർഡും പണിഷ്മെന്റ്സും ഒന്നും വേണ്ടെന്ന് തന്നെയാണ് മോണ്ടിസോറി പറയുന്നത്. മോണ്ടിസോറി മെത്തേഡിൽ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോ നമുക്ക് അങ്ങനെ പല രീതിയിൽ കുട്ടികളെ നോർമൽ ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും. നമ്മളുടേതായ ഐഡിയാസ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് രീതിയിൽ നമുക്ക് അവരെ ചെയ്യാൻ പറ്റും. നമുക്ക് മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്ന സ്കൂളിൽ ടൈം കിഡ്സ് ആണ്. പക്ഷെ അവിടുത്തെ ഇതിലെല്ലാം നമ്മുടെ ഈ എല്ലാ ഫ്രെയിംസും ഉണ്ട്. ബട്ടൺ ഫ്രെയിം ഉണ്ട്, ബക്കിൾ ഉണ്ട്, ബക്കിൾ ഫ്രെയിം ഉണ്ട്, ഷൂ ലേസ്, സിബ്, ഇതെല്ലാം അവിടെ ചെയ്യിപ്പിക്കുമായിരുന്നു കുട്ടികളെ. കാര്യം നമ്മുടെ പ്രോഗ്രസ് കാർഡിൽ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു കോളം ഉണ്ട്. ഇത്രയും സാധനങ്ങള് അവർക്കൊരു ലൈഫ് സ്കിൽ ആക്ടിവിറ്റി പോലെ ചെയ്യിപ്പിച്ചിട്ട് എല്ലാം അത് അവരെ ഓരോരുത്തരെയും ചെയ്യിപ്പിച്ചിട്ടാണ് അവർക്ക് അതിന് മാർക്ക് ഇടുന്നത്. വരുന്ന മെറ്റീരിയലാണ് ഈ ബട്ടൺ ഫ്രെയിം വർക്ക്. കാരണം കുട്ടികൾ പ്രാക്ടിക്കൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വരുന്നൊരു മെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോ കുട്ടികളെ ട്രെയിൻ ചെയ്യിച്ച് നമുക്ക് അവർ ഇൻഡിപെൻഡന്റ് ആക്കാൻ പറ്റും. കാരണം സ്വയം ബട്ടൺസ് ഇടാൻ, ഷൂലേസ് ഇടാനൊക്കെ നമ്മൾ കുട്ടികളെ തന്നെ ആ ഒരു ഏജിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. പിന്നെ അവർ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കറക്റ്റ് നല്ല പെർഫെക്റ്റ് ചൈൽഡ് ആയിട്ട് മാറും, അതായത് നോർമൽ ചൈൽഡ് ആയിട്ട് മാറും. ശരിക്കും നല്ലൊരു കാര്യമാണ്. ശരിക്കും മോണ്ടിസോറി മെത്തേഡ് എന്നോട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഏതോ ബാച്ചിലൊരു കുട്ടിയെ പറഞ്ഞത് നിങ്ങളാണ് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, മോണ്ടിസോറി മെത്തേഡ് അത്ര എഫക്റ്റീവ് ആണോ ഇന്നത്തെ കുട്ടികളിൽ നിന്നാണ്. സോ അന്ന് ഞാൻ പറഞ്ഞു അത് അങ്ങനെ അത് നല്ല കാര്യമാണെന്ന് എനിക്കിപ്പോ തോന്നി. ഞാൻ ഇതിന് പോയപ്പോഴാണ് എനിക്കത് തോന്നിയത്. ഞാനിത് ഉണ്ടാക്കുമ്പോ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാന് കാരണം ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ വന്നിട്ട് ഷൂവിന്റെ ലൈസ് കെട്ടി കൊടുക്കാൻ പറയും നമ്മുടെ അടുത്ത്. അതേപോലെ ബട്ടൺ ഇട്ട് കൊടുക്കാന്, പിന്നെ അതേപോലെ ബെൽറ്റിന്റെ ഇട്ട് കൊടുക്കാൻ എല്ലാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടീച്ചേഴ്സിനോടാണ് പറയുക. അത് അവർക്ക് അറിയാത്തോണ്ടല്ലേ ഇത് പറയണത്. അപ്പോ അവര് അത് എപ്പോഴും കുട്ടികൾ വന്നിട്ട് ഷൂവിന്റെ ലൈസ് കഴിഞ്ഞിട്ട് കെട്ടിത്തരാൻ പറയും നമ്മളോട്. അപ്പൊ ഇതൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ ചെയ്തു കൊടുക്കണം. അപ്പോ അവരെ പഠിപ്പിക്കണത് നല്ലതാണ്, പക്ഷെ അത് ടീച്ചേഴ്സ് അത് അംഗീകരിക്കുന്നില്ല. അവരതിങ്ങനെ ചെയ്തു കൊടുക്കും, അത്രേ ഉള്ളൂ. ബട്ടൺസ് ഇടാൻ പോലും അറിയാതെ ഇതിട്ട് തരുമോ അങ്ങനെ എല്ലാം വന്ന് ചോദിക്കും നമ്മളോട്. കൊറേ സമയം അതിനായിട്ട് തന്നെ നിൽക്കണം. ഒരാള് വന്നു കഴിഞ്ഞാൽ അടുത്ത ആള് വരും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയുള്ള മിക്ക കുട്ടികളുടെ അവസ്ഥ തന്നെ. ഷൂലേസ് ഒക്കെ അവരുടെ ബട്ടൺസ് പ്രോഗ്രാം എല്ലാം ചെയ്ത് പാരന്റ്സ് ചെയ്ത് അവരെ ഫുൾ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് വളർത്തുന്നത്. ബട്ടൺസ് പ്രോപ്പറായിട്ട് ബട്ടൺസ് പോലും ഇടാനായി കിട്ടുന്നത് കുട്ടികൾക്ക് അറിയില്ല. ഇത് ഡിപ്പെൻഡന്റ് ആയിട്ട് വളർത്തുന്ന പാരന്റ്സ് ഡിപ്പെൻഡന്റ് ആയിട്ട് നമ്മുടെ കുട്ടികളെ അങ്ങനെ ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം കേട്ടോ. ഓക്കെ മിസ്സേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ ബട്ടൺസിന്റെ ഇതിന്റെയൊക്കെ സംഭവം ചെയ്യാൻ പറഞ്ഞില്ലേ വർക്ക്, അത് എനിക്ക് അതിന്റെ ഫ്രെയിം കിട്ടിയിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാക്കി തരുന്ന ആൾക്കാരൊന്നും ഇല്ലേ. അപ്പൊ സംഭവം അടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. എന്റെ അടുത്ത് മെഷീനുള്ള കാരണം ഞാൻ അങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഫ്രെയിം ബോർഡുണ്ടോ? പോവാ കേക്കൊക്കെ വാങ്ങിക്കുന്ന ബോർഡ് അതുണ്ടെങ്കിൽ ആ കാർഡ് ബോർഡിൽ കുറച്ച് കാര്യം ഉണ്ടാവും. അപ്പൊ ആ കാർഡ് ബോർഡിൽ വെച്ചാലും മതി. ഒരു ബോർഡ് തന്നെ മാറ്റി മാറ്റി നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കാർഡ് ബോർഡ് മതി, കാർഡ് ബോർഡ് ബേസ് ആക്കി വെക്കാം. അതിന് മേലെ ബട്ടൺ ഫ്രെയിം കാര്യങ്ങൾ, കാർഡ് ബോർഡ് കട്ട് ചെയ്യുക, ആ സൈസിന് കട്ട് ചെയ്തിട്ട് ബട്ടൺസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അതിൽ ഫ്രെയിമിൽ കാണിച്ചാൽ മതി. ഓക്കെ,
മിസ്സേ, ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ തടി മില്ലുണ്ടല്ലോ, മരവറക്കുന്ന, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ പീസുകൾ കിട്ടും. ഞാൻ അന്നങ്ങനെയാ കാണിച്ചതെന്ന് വെച്ചാൽ, ചെറിയ പീസ് കിട്ടിയിട്ട് ഞാനത് നമ്മുടെ വുഡ് ഒട്ടിക്കുന്ന ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് ഞാൻ ആ ഫ്രെയിം ചെയ്തത്. അങ്ങനെ സരിതയ്ക്ക് അങ്ങനെ അടുത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ അവര് തരും. അതിന് പൈസ ഒന്നും അവര് വാങ്ങിക്കില്ല. അതെല്ലാവർക്കും അവൈലബിൾ ആവണം. ഞാന് അന്വേഷിച്ചോക്കട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ. ഇതിപ്പോ പിന്നെ ഇതന്നെ മരത്തിന്റെ അല്ല അങ്ങനൊന്നും നിർബന്ധമൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മളുടേതായ രീതിയിൽ മതി. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത്, ചില കുട്ടികൾ PVC പൈപ്പിന്റെ മെറ്റീരിയൽ യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഈ ബോർഡ് ഉണ്ടല്ലോ, എന്താ പറയാ, നമ്മള് പുറത്തേക്ക് കൂടി ലൈൻ ചെയ്യില്ലേ, അപ്പൊ ഒരു സ്ക്വയർ പീസ് കിട്ടും. എന്തോ ഒരു സ്ക്വയറിന്റെ ഒരു പ്ലാസ്റ്റിക്കിന് തന്നെയാ, അത് വെച്ച് ചെയ്യാറുണ്ട്. പിന്നെ ചില കുട്ടികള് കളിപ്പാട്ടങ്ങളില്ലേ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങള്, അതിൽ വരുന്ന ഒരു കുട്ടി പറഞ്ഞതാണ്, കുട്ടിക്ക് വാങ്ങിച്ച വീടിന്റെ കളിപ്പാട്ടം വാങ്ങിച്ചപ്പോ അതിന് സ്റ്റിക്ക് കിട്ടി, അത് വെച്ചിട്ട് ചെയ്ത കുട്ടികളുണ്ട്. ഓരോരുത്തരും അവരുടേതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഫ്രെയിം ചെയ്യുക. ഫ്രെയിം മതി, സ്റ്റിച്ചിന്റെ ഫ്രെയിം. ഓക്കെ, ഒരു ബേസും ബാക്കി എല്ലാനും എന്താണ് ഡിഫറെന്റ് ആയാലും നമുക്കിപ്പോ മാറ്റിയിടാൻ പറ്റില്ലേ, ഒരു ഫ്രെയിമിലേക്ക് ഒരു വുഡൻ പീസ് ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയിടാൻ പറ്റുന്നതാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ PVCയുടെ ഒക്കെ പൈപ്പിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ റിമൂവ് ചെയ്തിട്ട് അടുത്ത ഫ്രെയിം അതിലേക്ക് ഇടാൻ പറ്റും. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാം. കാർഡ്ബോർഡിന്റെയും അതേപോലെ തന്നെ ഇതിലൊന്നും മതി, ഒരു ബേസും ബാക്കി എല്ലാവരും അതിൽ സെറ്റ് ആക്കിയാൽ മതി. ഓക്കെ മിസ്സേ, മറ്റേ കളർ ബോക്സ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സമയം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ സമയം തരണേ. കളറിംഗ് ബോക്സ് ടൈപ്പ് 2, കളറിംഗ് ബോക്സ് 2 അല്ലേ? 11 കളേഴ്സും കിട്ടിയോളാം. എനിക്ക് 11 കളേഴ്സ് കളർ പേപ്പർ കിട്ടിയില്ല. കിട്ടിയത് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ കടയിൽ പറഞ്ഞിട്ടുണ്ട്, അവര് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. കാണിച്ചോട്ടെ എന്നാ? പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം, ഇത് ഞാൻ പോസ്റ്റുകളിലാണ് ചെയ്തത്. ഇത് കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡില് കളർ പേപ്പർ ഒട്ടിച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. പക്ഷെ ഈ കളർ പേപ്പർ ആയതുകൊണ്ട് ഗമ്മ, പക്ഷെ പോപ്സ്റ്റിക്കിള് ഞാൻ ഗം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പോപ്സ്റ്റിക്കിള് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താലും മതിയല്ലോ, മറ്റേ വുഡൻ ബോക്സ് വേണമെന്ന്. നമ്മൾക്ക് എങ്ങനെയാണ് കുട്ടികളെ കളേഴ്സ് പഠിപ്പിക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ രീതിയിൽ ചെയ്യാം. കളറിംഗ് ബോക്സ് 7 കളേഴ്സ് ആണ് പേപ്പേഴ്സ് കിട്ടിയിരിക്കുന്നത്. ഓക്കേടാ, ഞാൻ കഴിഞ്ഞ ദിവസമേ ബുക്ക് സ്റ്റോളിൽ പോയപ്പോ കളറിംഗ് പേപ്പേഴ്സിന്റെ ബുക്സ് കിട്ടി. ബുക്ക് ഒരെണ്ണം കണ്ടു ഞാൻ. കളർ പേപ്പേഴ്സ് ഉള്ളൊരു ബുക്സ്, ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതായാലും നിങ്ങളത് നോക്കാട്ടോ. അങ്ങനെയും കിട്ടുന്നുണ്ട്. ക്ലാസ്മേറ്റ്സിന്റെ ആയിരുന്നു ഞാൻ കണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കളറിംഗ് ബോക്സ് ചെയ്യാം. ഇപ്പൊ ഈ കുട്ടി കാണിച്ചിട്ട് സ്റ്റിക്ക് പോലെ നമുക്ക് കളർ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതായാലും മതി, കാരണം കുട്ടികൾക്ക് അത് ഹോൾഡ് ചെയ്യുമ്പോൾ അതിന്റെ ഷെയ്ഡ് മാറാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. ആ കളേഴ്സിന്റെ ഷെയ്ഡ് പോകരുത്. നമ്മുടെ കൈ കൊണ്ടൊക്കെ തൊടുമ്പോൾ കളർ ഷെയ്ഡ് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ പറ്റുള്ള രീതിയിൽ നോക്കാം. നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഗ്രീൻ, ഇതെന്താണ് ഗ്രീൻ കളർ. അപ്പൊ അതിനെ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ പറ്റും. നല്ലൊരു കാര്യം കേട്ടോ പ്രതീക്ഷ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, ദെൻ നമ്മളിപ്പോ ഇന്ന് ക്ലാസ്സിൽ എടുത്തത് നോർമലൈസേഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ഒരു കുട്ടി വരുമ്പോൾ ഫസ്റ്റ് ആദ്യം തന്നെ നോർമൽ ചൈൽഡ് ആവണമെന്നില്ല. നമ്മൾ ത്രൂ എങ്ങനെയാണ് നോർമൽ ചൈൽഡ് ആക്കി മാറ്റുന്നത് കുട്ടീനെ? ത്രൂ വർക്ക്. ത്രൂ വർക്കിലൂടെയാണ്. വീട്ടിൽ നമ്മൾ ഓരോ വർക്കുകൾ, കാര്യങ്ങള്, ഡീറ്റെയിൽസ് കാര്യങ്ങൾ കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെയാണ് അവർ നമ്മൾ ഇതാക്കി മാറ്റുന്നത്, നോർമൽ ചൈൽഡ് ആക്കി മാറ്റുന്നത്. അപ്പൊ നോർമലൈസേഷൻ അക്യൂർ ചെയ്യുന്നത് നമ്മള് ഈ മോണ്ടിസോറി ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികളിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചേഞ്ചസ് കണ്ടു. കുട്ടികളുടെ ആ ഒരു എൻറ്റയർ പ്രോസസ്സിൽ ആ ഒരു ചേഞ്ചസ് ഒബ്സർവ് ചെയ്തു.
ഈ കുട്ടികളിൽ ഈ വരുന്ന മാറ്റത്തെയാണ് നമ്മൾ മോണ്ടിസോറി എന്ന് പറയുന്നത്, നോർമലൈസേഷൻ എന്ന് പറയുന്നത്. കുട്ടികൾ വരുന്ന ഈ ഫണ്ടമെന്റൽ ചേഞ്ചസിനെയാണ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞ് മോണ്ടിസോറി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ കുട്ടികളിൽ ഫണ്ടമെന്റൽ ആയിട്ട് വരുന്ന മെയിൻ ആയിട്ടുള്ള ഫിനോമിനയാണ് നോർമലൈസേഷൻ. നമുക്ക് നോർമലൈസേഷൻ എങ്ങനെ അക്യൂർ ചെയ്യാൻ പറ്റും? ത്രൂ വർക്കിലൂടെയാണ്. കുട്ടികൾ കോൺസെൻട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ ആ വർക്ക് വീണ്ടും വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. റിപ്പീറ്റ്ലി ചെയ്യുന്നതിലൂടെയാണ് അവർക്ക് എന്ത് കിട്ടുന്നത്? കോൺസെൻട്രേഷൻ കിട്ടുന്നത്. നമ്മുടെ മെറ്റീരിയൽസ് മാത്രമല്ല, നമ്മളിപ്പോ മാത്സ് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ റിപ്പീറ്റ്ലി നമ്മൾ ആ വർക്ക് ചെയ്യിക്കുമ്പോൾ ആണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു കോൺസെൻട്രേഷൻ കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യുന്നത്. സോ നമുക്ക് ഈ കോൺസെൻട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമലൈസേഷൻ ഒക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യുന്നത് റിപ്പീറ്റ്ലി വർക്കുകൾ ചെയ്യണം. മെറ്റീരിയൽസും കാര്യങ്ങളും എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ദെൻ നമ്മള് മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ഒരു വ്യക്തിനെ വർക്കിങ്ങിലൂടെയാണ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. വെച്ചാല് പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞ ഡെഫിനിഷൻ കോട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്റെ കുട്ടികളോട്. പ്രാക്ടീസ് ആണ് നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത്. ത്രൂ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാണ് നമ്മൾ ആ വർക്ക് ചെയ്യുന്ന നല്ല കറക്റ്റ് ആയിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അത് പെർഫോം ചെയ്യാനായിട്ട് റിപ്പീറ്റ്ലി നമ്മൾ ആ ഒരു വർക്ക് ചെയ്യണം. ഇപ്പൊ എന്താ പറയാ, മാത്സിന്റെ പ്രോബ്ലം ആണെന്ന് വിചാരിക്കും, മാത്സിന് എടുക്കണം. മാത്സിന്റെ പ്രോബ്ലം നമ്മൾ റിപ്പീറ്റ്ലി ചെയ്യാമെന്ന് വിചാരിക്കും. ഒത്തിരി പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് പെർഫെക്റ്റ് ആയി മാറും. നമ്മൾ എക്സാം എഴുതുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ചെറിയ കുട്ടികളെ എന്റെ പരിചയത്തിൽ തന്നെ ഉണ്ട്. ചെറിയ കുട്ടികൾ മാത്സ് പ്രോബ്ലം വായിച്ചു പഠിക്കും. അവരെന്ത് ചെയ്യില്ല, ഇങ്ങനെ നോക്കിയിട്ട് പഠിച്ചു അങ്ങനെ നോക്കിയിട്ട് പോകും. അപ്പൊ അവരെന്താണ്? വായിച്ചു നോക്കാണ്. വായിച്ചു പഠിക്കാൻ പറ്റും മാത്സ് ഇല്ലല്ലോ. അപ്പൊ എന്താണ്, നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആവില്ല. അങ്ങനെ പോയിട്ട് നീ വായിച്ചു നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫെയിൽ ആവുള്ളൂ. ഓക്കെ, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരു ഗ്രോയിങ് ചൈൽഡിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് 2 സ്ട്രീമുകളാണ് ഇമ്പോർട്ടന്റ്. ആ കുട്ടിയുടെ മെന്റൽ എനർജി, മനസ്സിന്റെ ആ ഒരു എനർജി, ദെൻ ഫിസിക്കൽ എനർജി, മസിൽസിന്റെ എനർജി. 2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് മൈൻഡും ബോഡി. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മൈൻഡ് ആൻഡ് ബോഡിയാണ്. ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും ആ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. നിങ്ങളിപ്പോ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്, എല്ലാവരും എന്റെ ക്ലാസ്സിലാണ്. സോ ഈ സമയത്ത് ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്ന എത്ര കുട്ടികളുണ്ട്? ഞാൻ ഈ ക്ലാസ് പറയുന്നവർ മാത്രം ഒരു തമ്പയസ്. മാം ആഗ്രഹമുണ്ട് മാം, ആഗ്രഹം ഇല്ലായിട്ടല്ല മാം, കൊച്ചുള്ളത് കൊണ്ട് പറ്റുന്നില്ല മാം. അത് നോർമലാണ്. ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ പെട്ടെന്ന് മൈൻഡ് മാറിപ്പോകും, വേറെ എവിടെയെങ്കിലും കാര്യങ്ങൾ കോൺസെൻട്രേറ്റ്. അതാണ് ഡീവിയേഷൻ. നമ്മളുടെ മനസ്സ് അല്ല, നമ്മുടെ ശരീരം ഇവിടെയും മനസ്സ് മറ്റൊരു സ്ഥലത്തും ആണെങ്കിൽ നമ്മൾക്ക് സംഭവിക്കുന്നത് എന്താണ്? ഡീവിയേഷൻ ആണ്. ഇപ്പം മൃദുല മോളെ നോക്കുകയാണെന്ന് വിചാരിക്കുക. മോളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നായിട്ട് ഞാൻ മോനെ പേര് വിളിക്കുന്നത്. സോ മോനെ മനസ്സ് എവിടേക്ക് വന്നു? നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു. മോനെ ശരീരം എവിടെയാണ്? കുട്ടികളെ നോക്കുന്ന കാര്യങ്ങളായിരിക്കും. സോ അപ്പൊ മോനെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡീവിയേറ്റ് ചെയ്ത് പോയി. മോൻ ചെയ്തോളുന്ന കാര്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു. അത് നോർമലാണ്, എല്ലാവരിലും സംഭവിക്കുന്ന ഒരു ഫാക്ടർ ആണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. നമ്മുടെ മനസ്സ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ഡീവിയേഷൻ സംഭവിക്കാറുണ്ട് അല്ലേ? നമ്മള് ഇപ്പൊ എന്തൊരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോൾ ടി വി കണ്ടോ, ഒരു എക്സാമ്പിൾ പറയാം. ടി വി കണ്ടോണ്ടിരിക്കുകയാണ് നമ്മള്. പക്ഷെ ടി വി കണ്ടോണ്ട് നിങ്ങൾ സ്വപ്ന ലോകത്തേക്ക് പോകാറുണ്ടോ? ഉണ്ടോ? അതും ഒരു ഡീവിയേഷൻ ആണ്. നമ്മൾ ടി വി കണ്ടോണ്ടിരിക്കായിരുന്നല്ലോ, എന്നിട്ട് നമ്മളവിടെ സ്വപ്ന ലോകത്ത് വേറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ബുക്ക് പഠിക്കാൻ എടുക്കുന്ന സമയത്താണ് കോമഡി. പഠിക്കാൻ വേണ്ടി ബുക്ക് എടുത്തു, പിന്നെ ഞാൻ ചിന്തിക്കുന്ന മൊത്തം പുറത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും? പഠിക്കണോ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും എന്റെ തലയിൽ കൂടി പോകും. ഇതൊരു കോമഡിയാണ്. അതൊരു ഡീവിയേഷൻ ആണ്. എനിക്ക് സംഭവിക്കുന്ന ഡീവിയേഷൻ. ഞാൻ പിന്നെ ഒരു കോമഡി പറയാം. ഞാൻ വണ്ടി ഓടിക്കുമ്പോ വേറെ ലോകത്ത് പോവാറുണ്ട്. അത് നല്ല രസമായിരിക്കും കേട്ടോ. വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ ആണ് പല പല കാര്യങ്ങൾ ആലോചിക്കുന്നത്. പക്ഷെ കറക്റ്റ് സ്ഥലത്ത് ചെല്ലത്തില്ലേ? ചെല്ലേണ്ട സ്ഥലത്ത് തന്നെ ചെല്ലും. കറക്റ്റ് സ്ഥലത്ത് ചെല്ലും. അതല്ല എന്നാലും ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോഴായിരിക്കും ചിലപ്പം എന്തെങ്കിലും ഇനിയിപ്പോ വൈകിട്ട് എന്തായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നാളെ എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ആലോചിക്കുന്ന ആ സമയത്ത് വണ്ടി ഓടിക്കുമ്പോഴാണ് പല പല കൂലങ്കഷമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ കയറുന്നത്. അല്ല, വഴക്ക് കേൾക്കാറുണ്ടോ? വണ്ടി വരാ ഓടിക്കാനൊക്കെ പറഞ്ഞു? ഇല്ല, ഞാൻ സൈഡിൽ കൂടെ പോകത്തുള്ളൂ. അധികം സ്പീഡ് എടുക്കത്തില്ല. കാരണം 2 പ്രാവശ്യം ആക്സിഡന്റ് പറ്റിയത്. അത് കുറച്ചൊരു ശ്രദ്ധയുണ്ട്. അത് ചിന്തിച്ചിട്ട് ആക്സിഡന്റ് പറ്റിയതല്ല.
മോളുടെ സ്കൂൾ ബസ്സിനെ ഒന്ന് ചേസ് ചെയ്യാൻ പോയതാ. സ്കൂൾ ബസ് പോയി സ്പീഡിൽ വണ്ടിയുടെ പുറകെ പോയതാ കൊച്ചിനെ കൊണ്ട്. അങ്ങനെ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചേസ് ചെയ്ത് ഇതായതാണ്. സ്പീഡ് കൂടിയിട്ട് ആക്സിഡന്റ് ആയതാണ്. അല്ലാതെ ചിന്തിച്ചു പോയിട്ട് അങ്ങനെ ആക്സിഡന്റ് പറ്റിയിട്ടില്ല ഇതുവരെ. അല്ല, ഞാൻ പറഞ്ഞതാ ഡീവിയേഷൻ മിസ് പറഞ്ഞത് കൊണ്ട് ഇതും ഒരു കോമഡി ഉണ്ടെന്ന് പറഞ്ഞതാ. ഓക്കെ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണ് മെയിനായിട്ട് ഡിവൈഡ് ചെയ്ത് കുറെ. അതെന്ന് വെച്ചാലല്ലേ, എനിക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ചാല് ഫോൺ യൂസ് നമ്മൾക്ക് കൂടുതലാണല്ലോ. എന്റെ പ്രശ്നമാണ് ഫോണിന്റെ യൂസേജ് നല്ല കൂടുതലാണ്. കാരണം ക്ലാസ് കാര്യങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതും കുറെ കാര്യങ്ങൾ ഞാൻ ഫോണായിട്ട് നല്ല ഡിപ്പെൻഡ് ആണ്. അപ്പൊ പെട്ടെന്നായിരിക്കും എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ സമയത്ത് ഒരു ചിലപ്പോൾ 2-3 മാസമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ആ ടൈം ആകുമ്പോൾ പെട്ടെന്ന് ഫോൺ അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ പെട്ടെന്ന് ഞാൻ മൈൻഡിൽ എൻഗേജ്ഡ് ആവും. പിന്നെ അത് അടുത്തുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ നിങ്ങൾ ടേം എക്സാം വരാൻ പോവാണ്, കോമഡി പറയാം. ടേം എക്സാം വരുമ്പോൾ നിങ്ങൾ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. പെട്ടെന്നായിരിക്കും ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത്. അപ്പൊ ഈ പഠിക്കാനുള്ള കാര്യങ്ങളാണ് മെസ്സേജ് നിങ്ങൾ എവിടേക്ക് ഡിവൈഡ് ചെയ്ത് പോകും, ഈ ഫോണിലേക്ക് ഡിവൈഡഡ് ആയി പോകും. നോർമലി സംഭവിക്കാൻ പോകുന്നതാട്ടോ. നോക്കിയേക്ക് ടേം എക്സാമിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തോ? ഇല്ല മാം. ഓക്കെ, ടേം എക്സാമിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പാർട്ട് 2 കുറച്ച് ചാപ്റ്റേഴ്സ് കൂടി റിവൈസ് ചെയ്യാം കേട്ടോ. ഡേറ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് നോർമലൈസേഷൻ, എന്താണ് എന്തെങ്കിലും ഉണ്ടാവോ അങ്ങനെ ടേം എക്സാം വരുമ്പോ? മതിയിടാം, MCQ മതി. ഓക്കെ, അങ്ങനെ അതിനെന്തെങ്കിലും ഒരു ഫോം നമ്മുടെ ഈ ഇപ്പൊ മോക്ക് ടെസ്റ്റ് വരുന്നത് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ മതിയോ നമ്മള്? അങ്ങനെ ചെയ്താൽ മതി. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവില്ല, കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും. ഓക്കെ, കുറച്ച് മാറ്റം. ആ ഒരു രീതിയാണ്, MCQ ടൈപ്പ് ആണ്. പക്ഷെ നമ്മൾ ചാപ്റ്ററും മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ചോദിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ ഓപ്ഷൻസ് ചെയ്യാവും, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. ബാക്കിയെല്ലാം ഏകദേശം സെയിം ഒക്കെ തന്നെയായിരിക്കും. മോക്ക് ടെസ്റ്റ് മോഡല്, പക്ഷെ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് വരുന്നത് 60 60 അല്ലേ? ഒരു പേപ്പറിന് 50 ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓരോ പേപ്പറാണ്, പേപ്പർ വൈസ് ആണ്. ഞാനത് പറയാം കേട്ടോ, പേപ്പർ വൈസ് അല്ലടാ, അത് മെയിൻ എക്സാമിനാണ്. പാർട്ട് 1 and 2 എക്സാം 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, പാർട്ട് 1 and 2 എനിക്ക് തോന്നുന്നു പാർട്ട് 1-ൽ നിന്ന് 20-യും പാർട്ട് 2-ൽ നിന്ന് 13 ആണ്. 2:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ് വരുന്നത്. അത് ആ സമയമാകുമ്പോൾ പറഞ്ഞുതരാം, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ടീച്ചേഴ്സിന് ടൈം ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നോർമലൈസേഷനെ കുറിച്ചിട്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഡീവിയേഷനിലേക്ക് വരാം. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡീവിയേഷനിലാണ്, ഡീവിയേറ്റഡ് ചൈൽഡ് ആണോ നിങ്ങൾ ഓരോരുത്തരും, എല്ലാവർക്കും കൊണ്ടിട്ട് ഈ ഡീവിയേഷൻ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഡീവിയേഷൻ എന്ന് പറയുന്ന പോർഷൻ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ക്ലാസ് പോയില്ലേ? ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? പറഞ്ഞോളാം. ഇന്ന് നമ്മള് നോർമലൈസ്ഡ് ചിൽഡ്രന്റെ ക്യാരക്ടറിസ്റ്റിന്റെ ബാക്കിയായിരുന്നു നമ്മൾ നോക്കിയത്. മ്യൂച്വൽ ഹെൽപ്പ് ചെയ്യുന്നതും മ്യൂച്വൽ കെയർ ചെയ്യുന്നതും ഒക്കെ നോർമലൈസ്ഡ് ചൈൽഡിന്റെ ക്യാരക്ടറിന്റെ ഭാഗമാണെന്നും അത് മോണ്ടിസറി അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് കുട്ടിക്ക് കിട്ടുന്നതെന്നും പിന്നെ അതുപോലെ നോർമലൈസ്ഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് ത്രൂ വർക്കിൽ കൂടെ ബിൽഡ് ചെയ്യുന്ന ഒന്നാണെന്നും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കുട്ടികൾക്ക് പേഷ്യൻസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ മോണ്ടിസറി കുട്ടികളിൽ കാണുന്നുണ്ട്, കൂടുതലായും കാണാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു. കാരണം കുട്ടി ഒരു മറ്റൊരു കുട്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞ് മാത്രമാണ് കുട്ടി ആ ഒരു മെറ്റീരിയലിന് വേണ്ടി പോകുന്നത് എന്ന് മാം നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ ഫസ്റ്റ് ടൈം മോണ്ടിസറി ക്ലാസ് റൂം വിസിറ്റ് ചെയ്യുന്ന ആർക്കും അവിടുത്തെ ഡിസിപ്ലിൻ നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലെങ്കിലും കാണണം എന്ന് മാം പറയുകയുണ്ടായി. അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ ഒരു നോർമലൈസ്ഡ് ചൈൽഡിന് കോൺസെൻട്രേഷൻ നഷ്ടമാവുമ്പോഴാണ് അവൻ ഡീവിയേറ്റ് ആകുന്നത് എന്നൊരു പോയിന്റ് കൂടെ മാം പറഞ്ഞു. അത് കാരണം നമുക്ക് അടുത്ത ഡീവിയേഷന്റെ ഒരു ഇൻട്രഡക്ഷൻ പോലെ ആ പോയിന്റ് കണക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു.